ഈ ഒരു ബുക്ക് റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് ആഴ്ചകളായി. പക്ഷേ ഇതുവരെ റിവ്യൂ ചെയ്തിട്ടില്ല. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ്. അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വാസ് യുവർ ഇനഫ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് അത്രയ്ക്കും ഡീപ്പാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് വായിച്ചിരുന്ന 2-3 ബുക്കും കൂടെ പരിചയപ്പെടുത്താം. രണ്ടാമതായി വായിച്ചതാണ് അഭിയാനു ആനന്ദ് എന്ന് പറയുന്നത് അമൽദേവ് CS-ൻ്റെ ഒരു അടിപൊളി ബുക്ക് തന്നെയാണ്. ജസ്റ്റ് ഒരു ലവ് സ്റ്റോറി, 2 ലവ് സ്റ്റോറി പറഞ്ഞു പോകുന്നൊരു ബുക്കാണ്. നമുക്ക് ഒറ്റ ഇരിപ്പിനൊക്കെ വായിച്ചു തീർക്കാവുന്ന ഒരു നല്ല കഥയൊക്കെയാണ്. അവസാനം ഒരു അടിപൊളി ട്വിസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ വായിച്ചത് ലോഗോസ് ദാറ്റ് ലാസ്റ്റ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു ബുക്ക് കാണിച്ചിരുന്നു. അത് ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ തിരിച്ചു കൊടുത്തു. അതും ഗ്രാഫിക് ഡിസൈനേഴ്സിന് മസ്റ്റായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തൊരു ബുക്കാണ്. മെയിൻലി ബ്രാൻഡ് ഡിസൈൻ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ലോഗോ ഡിസൈൻ ചെയ്യുന്നവർക്ക് എന്തായാലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ്. കാരണം അതിനകത്ത് അലൻ പീറ്റേഴ്സ് ചെയ്യുന്ന ഒരുപാട് സ്റ്റെപ്പുകൾ പറഞ്ഞു പോകുന്നുണ്ട്. പുള്ളി യൂസ് ചെയ്ത കുറേ യുണീക്ക് മെത്തേഡ്സ്, അതൊക്കെ എന്തായാലും ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരു അടിപൊളി ലോഗോ അല്ലെങ്കിൽ അടിപൊളി ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കുറേ പേരൊക്കെ കേട്ടിരിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. നമ്മുടെ ഹാബിറ്റ്സൊക്കെ വളർത്താൻ വേണ്ടി ഞാനിതിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ബുക്ക് മാർക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് വായിച്ച് തീർക്കണം. ഇത് എല്ലാവരും ഒരുപാട് അഭിപ്രായം പറഞ്ഞ ബുക്കാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കൈ കിട്ടിയത്. ഓവർ 3 മില്യൺ കോപ്പീസാണ് ഇത് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും ഉള്ള ബുക്ക് ഇപ്പോൾ ആദ്യത്തെ ആ ഒരു 1-2 ചാപ്റ്റർ വായിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ആണ് കിട്ടുന്നത്. ബാക്കി കിടക്കുന്ന വായിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ബുക്കിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.